Hello friends, welcome to SAT, Center Institute Center Madathumbadi and Puthumbellikara. Please subscribe to our YouTube channel for new updated videos and also visit centerinstitution.blogspot.in. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനകരമായെങ്കിൽ please drop a like. നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫിസിക്സ് കേരള ക്ലാസ് 10 പാർട്ട് 3 പവർ ട്രാൻസ്മിഷൻ. വിട്രിസിറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു വാർഡ്? വിട്രിസിറ്റി. ഒരു പക്ഷേ നിങ്ങൾ ഇലക്ട്രിസിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഈ വിട്രിസിറ്റി? ഇറ്റ് മീൻസ് വയർലെസ് ഇലക്ട്രിസിറ്റി, വയർലെസ് ടെക്നോളജി. അതായത് നമ്മളിപ്പോൾ നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്യണം എങ്ങനെയാണ്? നിങ്ങൾ സാധാരണ മൊബൈൽ ചാർജ് ചെയ്യണത് എന്താണ്, ഒരു ചാർജർ ഉണ്ടാവും അല്ലേ? ആ ചാർജറിൽ നിന്ന് എന്താ നിങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യും. എന്താണ് നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ഉള്ള ആ ഹോളിൽ, ട്രിപ്പിൻ ഹോളിൽ നിങ്ങൾ ആ ചാർജർ അറ്റാച്ച് ചെയ്യും അല്ലേ? അപ്പോൾ ഒരു വയർ വേണ്ടേ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ. എന്നാൽ വിട്രിസിറ്റി പറയുന്നത് വയർ വേണ്ട എന്നാണ്, വയർലെസ് ചാർജിങ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അതായത് ഈ ചാർജ് ഇലക്ട്രിസിറ്റി ഉള്ള സ്ഥലത്തു നിന്നും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. നമുക്ക് ചാർജ് ചെയ്യേണ്ട അവിടെ ഒരു റിസീവർ ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ആ റിസീവർ റിസീവ് ചെയ്യും, എന്നിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് ഒന്നും നമ്മളിവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നൊക്കെ. സാർ എന്താണ് ഇതിവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വയറില്ലാതെയും നമുക്ക് എന്ത് ചെയ്യാം, വൈദ്യുതിയെ ട്രാൻസ്ഫർ ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രിസിറ്റി വിത്തൗട്ട് യൂസിങ് കണക്ഷൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ലോഡ് ഇസ് ടേംഡ് ആസ് വയർലെസ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഭാവിയിൽ നിങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നത് വയർലെസ് ഇലക്ട്രിസിറ്റി എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എന്നാൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നതല്ല, പവർ ട്രാൻസ്മിഷനാണ്. ഓക്കെ, നമ്മൾ വയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാം എന്നാണെന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ ഇസ് ദ ബൾക്ക് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഫ്രം ജനറേറ്റിംഗ് സൈറ്റ് സച്ച് ആസ് പവർ പ്ലാന്റ് ടു ആൻ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ. അതായത് പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലം എന്താ? പവർ പ്ലാന്റ് അല്ലെങ്കിൽ പവർ ജനറേറ്റർ. അവിടെ നിന്നും വൈദ്യുതിയെ ഇലക്ട്രിക് നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് സബ്സ്റ്റേഷനിലേക്ക് അതിൻ്റെ ഇടയിലുള്ള വിതരണം ചെയ്യാൻ വെച്ചിട്ടുള്ള സബ്സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അവിടെ നിന്ന് അടുത്ത സബ്സ്റ്റേഷനിലേക്ക്, ഇങ്ങനെ ഇലക്ട്രിസിറ്റി അവസാനം നമ്മുടെ വീട്ടിലേക്ക് എത്തും. നമ്മുടെ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി എത്തും. ഓക്കെ, അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്നു. ആ ഒരു ശൃംഖല, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമ്മുടെ വീട്ടിൽ എത്തിക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അത് ചെറിയ എനർജി ഒന്നുമല്ല, ഓരോ ലൈനിലും 11 kV വെച്ചാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ 11 kVയുടെ ഏകദേശം 3 ലൈനാണ് നമ്മൾ 3 ഫേസ് ആണ്, ഏകദേശം അല്ല 3 ഫേസ് ആണ് നമ്മൾ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ ഇങ്ങനെ ഒരു പിക്ചർ കാണാം. നമുക്ക് ഈ പിക്ചർ ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യം കാണുന്നത് ജനറേറ്റർ. ദിസ് ഈസ് ജനറേറ്റർ. ഓക്കെ, ജനറേറ്ററിനകത്ത് എന്താ സംഭവിക്കുന്നത്, വൈദ്യുതി ഉണ്ടാക്കും. നമുക്കറിയാം there are 3 കോയിൽ അല്ലേ, 3 കോയിലാണ് അവിടെ. 3 ഫേസ് ജനറേറ്ററാണ്. അപ്പോൾ 3 കോയിലിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് ഒരു വൈദ്യുതി വരും, ദാറ്റ് ഈസ് 11 kV. ഓക്കെ, അടുത്തതിൽ നിന്നും ഇലക്ട്രിസിറ്റി വരുന്നത് 11 kV. ഇതിനടുത്ത് അങ്ങനെ 3 ലൈൻ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം, കണ്ടോ? അതുപോലെ അവസാനിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് 4 ലൈൻ കാണാം. ഈ 3 ലൈൻ കൂടാതെ ഒരു ലൈനും കൂടി കാണാം. അത് ന്യൂട്രലാണ്. എന്താണ് ന്യൂട്രൽ? ക്ലിയർ? അത് വിതരണ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിലാണ് നിങ്ങൾ കാണുക, ഔട്ട്പുട്ട്. ഓക്കെ, എന്നാൽ വിതരണ ട്രാൻസ്ഫോമറിലേക്ക് വന്നിരിക്കുന്നത് 3 ലൈനേ ഉള്ളൂ. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കിട്ടിയോ? ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ജനറേറ്റർ നിങ്ങൾക്ക് അറിയാം, എന്താ ജനറേറ്റർ? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ജനറേറ്റർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് വാട്ടർ ജനറേറ്റർ. പവർ സ്റ്റേഷൻ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പവർ സ്റ്റേഷൻ. പവർ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ വര കൊടുത്തേണ്ട, നിങ്ങൾ ഇത്രയും വര കൊടുത്തതിൻ്റെ അർത്ഥം പവർ സ്റ്റേഷനകത്ത് ഇത്രയും സാധനങ്ങളുണ്ടെന്നാണ്. ഈ ഡോട്ട് ലൈൻ കൊടുത്തതിൻ്റെ മീനിങ് എന്താ? പവർ സ്റ്റേഷനിൽ ഇത്രയുണ്ട്. ആരൊക്കെ ഉണ്ട്? അപ്പോൾ പവർ സ്റ്റേഷനിൽ ഒരു ജനറേറ്റർ ഉണ്ട്, അതും പുറത്തേക്ക് വരുന്ന 3 ലൈൻ കമ്പി ഉണ്ട്. അതിനകത്ത് 11 kV വെച്ചാണ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നീട് അവിടെ കാണുന്നത് ഒരു പവർ ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ എന്താ ചെയ്യുക? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. ഇപ്പം ഇവിടെ ഇൻക്രീസ് ചെയ്യുന്ന വോൾട്ടേജ് അപ്പാണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് ഉള്ളത്. ഇവിടെ 11 kVനെ എത്രയാക്കി മാറ്റി? 220 kV ആക്കി മാറ്റി. എന്നിട്ട് അത് അടുത്ത സബ്സ്റ്റേഷനിലേക്ക് കൊടുത്തു. സോ സബ്സ്റ്റേഷൻ എന്താണ് സാർ? നോക്കാം നമുക്ക്.
ഈ സബ്സ്റ്റേഷനിലേക്ക് കൊടുത്തത് ഏത് ലൈൻ വഴിയാണ്. നമുക്ക് ആ ലൈനിനെ വിളിക്കുന്ന പേര് ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് എന്നാണ്. കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ 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 ലൈനായിട്ട് കൊടുക്കുന്ന ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക്. സോ ദ ഇന്റർകണക്റ്റഡ് ലൈൻസ് വിച്ച് ഫെസിലിറ്റേറ്റ് ദി മൂവ്മെന്റ് ആർ നോൺ ആസ് ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക്. അങ്ങനെ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിലൂടെ ആദ്യം ഒരു 220 kV സബ്സ്റ്റേഷനിലെത്തുന്നു, പിന്നീട് 110 kV സബ്സ്റ്റേഷനിലെത്തുന്നു, പിന്നീട് വിതരണ ട്രാൻസ്ഫോമർ. സോ നൗ യുവർ ക്വസ്റ്റ്യൻ ഈസ് വോട്ട് ഈസ് സബ്സ്റ്റേഷൻ. നിങ്ങളുടെ ഒരു മനസ്സിലാണ് എന്താണ് സാർ സബ്സ്റ്റേഷൻ എന്നൊരു ചോദ്യം ഉണ്ടാവും അല്ലേ. നോക്കാം നമുക്ക്. സബ്സ്റ്റേഷൻസ് ഇസ് എ പാർട്ട് ഓഫ് എൻ ഇലക്ട്രിക്കൽ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ജനറേഷൻ? അതായത് ഇവിടെ നടന്നു ജനറേറ്ററിൽ. ട്രാൻസ്മിഷൻ, അതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടെ എത്തി. ഡിസ്ട്രിബ്യൂഷനോ നിങ്ങളുടെ വീടുകളിലേക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഓരോ സ്ഥലങ്ങളിലേക്കായിട്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. കണ്ടോ, ഇതിനകത്ത് ഈ ജനറേറ്ററിന്റെയും ഡിസ്ട്രിബ്യൂഷന്റെയും ഇടയിൽ, അതായത് ട്രാൻസ്ഫോം ചെയ്യുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ആര്, ഈ പറയുന്ന സബ്സ്റ്റേഷൻസുകളൊക്കെ. ഓക്കെ, എ സബ്സ്റ്റേഷൻ may include transformers to change voltage levels between high transmission voltages and lower distribution voltages. അപ്പോൾ ഈ സബ്സ്റ്റേഷൻ എന്താ ചെയ്യുക, അവര് ഈ ട്രാൻസ്മിഷൻ വോൾട്ടേജിനെ ഉയർത്തുന്നു, അതുപോലെ തന്നെ ചില സമയത്ത് എന്ത് ചെയ്യും, താഴ്ത്തുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റേഷൻ എന്താണെന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഘട്ടം 1 സ്റ്റേജ് 1 ജനറേറ്റർ ഉണ്ട്, പവർ ട്രാൻസ്ഫോമർ ഉണ്ട്. സ്റ്റേജ് 2 വരുമ്പോൾ പവർ ട്രാൻസ്ഫോമർ കൊണ്ട് ഉയർത്തിയ വോൾട്ടേജ് ഉയർത്തിയ 220 kV. ആ 220 kV ഉൾക്കൊള്ളുന്ന ഒരു സബ്സ്റ്റേഷൻ ഉണ്ട്. ആ 220 kVയിൽ നിന്ന് പിന്നീട് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അവിടെ ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് കുറച്ച് വൻകിട വ്യവസായശാലകൾക്ക് ആവശ്യമായ 66 kV, 33 kV, 11 kV ഒക്കെ നമ്മൾ കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് 110 kV വേറൊരു കുറച്ചെടുത്തിട്ട് വേറൊരു സബ്സ്റ്റേഷനിലേക്ക് കൊടുത്തു. ആ സബ്സ്റ്റേഷന്റെ പേരാണ് 110 kV, കിലോ വാൾട്ട്. വളരെ ശ്രദ്ധിക്കണം, വി അല്ല kV ആണ്. ഇവിടെ നിന്നും നമ്മൾ 11 kV ചെറുകിട വ്യവസായശാലകൾക്കും പിന്നെ 11 kV നമ്മൾ വീണ്ടും എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്തു. വിതരണ ട്രാൻസ്ഫോമറിൽ കൂടുന്നു, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ പുറത്ത് നമ്മൾ നോക്കുമ്പോൾ 4 ലൈൻ കാണാം. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് നമ്മൾ നെക്സ്റ്റ് വരാൻ പോകുന്ന വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് ഉപയോഗിക്കുന്നത്. എല്ലായിടത്തും നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ പറഞ്ഞ കേസിലൊക്കെ സ്റ്റെപ്പ് ഡൗൺ ആണ്. അപ്പോൾ ഇവിടെ പുറത്തേക്ക് വരുന്നത് 230 വോൾട്ടേജ് ആണ്. അതെങ്ങനെ, ഇതിന് ഒരു ഫേസും ഒരു ന്യൂട്രൽ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ളത് 230 വോൾട്ടേജ്. ഇത് 230 വോൾട്ടേജ് പുറത്തേക്ക് വരുന്നതല്ല, 230 വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗാർഹിക ഉപഭോക്താക്കൾ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നത് 230 വോൾട്ടേജ് ആണ്. അതിന് നമ്മൾ ഇവിടുന്ന് ഒരു ഫേസും ഒരു ന്യൂട്രലിൽ നിന്ന് കണക്ഷൻ എടുത്ത് കൊടുക്കുമ്പോൾ 230 വോൾട്ടേജ് വരാൻ കാരണം ഇവിടെ സ്റ്റാർ കണക്ഷനൊക്കെ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റാർ കണക്ഷനൊക്കെ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് നമ്മൾ ആ ടോപ്പിക്കിലേക്ക് എത്താത്തതുകൊണ്ട് അതിവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നീട് സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും ഒക്കെ പഠിക്കുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. then ഇങ്ങോട്ട് വരും. എന്തിനാണ് ഈ 11 kVയിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ട് പിന്നെ അതിനെ ഹയർ വോൾട്ടേജ് ആക്കി 220 kV ആക്കുന്നത്? അത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചു കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തെറ്റിച്ച് തരും. ഈ പിക്ചറൊക്കെ തെറ്റിച്ച് തരും, വോൾട്ടേജ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിച്ച് മാറ്റി തരും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർഡറിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ഇവിടെ ഒരു ലൈൻ കണ്ട് എക്സ്ട്രാ വന്നേക്കണം, ആ ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതെന്താണ്, ന്യൂട്രലാണ്. ഇവിടെ 4 ലൈൻ ഉണ്ട്. അതുപോലെ ഇൻപുട്ടിലേക്ക് 3 ലൈനാണുള്ളത്. പിന്നെന്താണ്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വോൾട്ടേജ് എത്രയെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് 11 kV. ഓക്കെ, ക്ലിയർ. ഇവിടെ അടുത്തുള്ള, അതായത് ഈ ജനറേറ്ററിന് തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോമർ ഏത് ട്രാൻസ്ഫോമർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് അപ്പ് ആണെന്ന് പറയണം. ഓക്കെ, അതുപോലെ വിതരണ ട്രാൻസ്ഫോമർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സ്റ്റെപ്പ് ഡൗൺ ആണെന്ന് പറയണം. മനസ്സിലായി? ഇതിൻ്റെ ഇടയിലൊക്കെ എന്താണ്, സ്റ്റെപ്പ് ഡൗൺ ആണെന്ന് നിങ്ങൾ പറയണം. എത്ര ഘട്ടമുണ്ട്? 4 ഘട്ടമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഈ പിക്ചർ അനലൈസ് ചെയ്ത് ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പോൾ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ, എന്തിനാണ് ഇവിടെ ഇത്രയും വോൾട്ടേജ് നമ്മൾ ഉയർത്തുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്താണെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് അതിനകത്തേക്ക് വരാം. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ or സർവീസ് ട്രാൻസ്ഫോമർ is a transformer that provides the final voltage transformation in the electric power distribution system, stepping down the voltage used in the distribution lines to the level used by the consumer അഥവാ കസ്റ്റമർ. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ കൂടുതലായിട്ടൊന്നും നമ്മൾ എക്സ്പ്ലനേഷൻ തരുന്നില്ല, അത് പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അതായത് മറ്റൊരു പേര് സർവീസ് ട്രാൻസ്ഫോമർ ആണ്. ദാറ്റ് പ്രൊവൈഡ്സ് ദ ഫൈനൽ വോൾട്ടേജ്, ഏറ്റവും ലാസ്റ്റത്തെ വോൾട്ടേജ് നമുക്ക് തരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. കണ്ടോ, ഏറ്റവും ലാസ്റ്റത്തെ വോൾട്ടേജ് ഇതാണ് നമുക്ക് ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതാണ് എന്ത്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. സോ നൗ യുവർ ക്വസ്റ്റ്യൻ ഈസ്
വൈ ഡു വി നീഡ് എ ട്രാൻസ്മിറ്റ് ഇലക്ട്രിസിറ്റി അറ്റ് ഹൈ വോൾട്ടേജ്? എന്തുകൊണ്ടാണ് പവർ ട്രാൻസ്ഫോമറിൽ നമ്മൾ ഹൈ വോൾട്ടേജ്? അപ്പോൾ എൻ്റെ ആൻസർ ഇതാണ്. വെൻ എ കറന്റ് ഫ്ലോസ് ത്രൂ എ വയർ സം എനർജി ഈസ് ലോസ്റ്റ് ആസ് ഹീറ്റ്. കറന്റ് വയറിലൂടെ പോകുമ്പോൾ കുറച്ച് എനർജി ഹീറ്റ് ആയിട്ട് പോകും. ദ ഹയർ ദ കറന്റ് കൂടുതലാണെങ്കിൽ മോർ ഹീറ്റ് ലോസ്റ്റ്, കൂടുതൽ ഹീറ്റ് ലോസ്റ്റ് ആവും. കാരണം അക്കോർഡിംഗ് ടു ജൂൾസ് ലോ ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ്. ടു റെഡ്യൂസ് ദീസ് ലോസ്, നമുക്കിപ്പോൾ ഇങ്ങനെ ഹീറ്റ് ആയിട്ട് പോകുന്നത് കുറയണം, നമ്മൾ എന്ത് ചെയ്യുന്നു? കറന്റ് കുറച്ച് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. കറന്റ് കുറയ്ക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ, വോൾട്ടേജ് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം വരും, സാർ എങ്ങനെയാണ് കറന്റ് കുറയ്ക്കാൻ വേണ്ടി വോൾട്ടേജ് കൂട്ടുന്നതിന് എന്താ കാരണം അല്ലേ? എന്തിനാണ് നമ്മളിങ്ങനെ വോൾട്ടേജ് കൂട്ടിയിട്ട് അയക്കുന്നത്? അപ്പോൾ വോൾട്ടേജ് കൂട്ടിയിട്ട് എന്തിനാണ് അയക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഉത്തരം എഴുതിയാൽ മതി. എന്താണ്? കറന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് കറന്റ് കുറയ്ക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹീറ്റ് നഷ്ടമാവുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ടെക്നിക്കലായിട്ട് എങ്ങനെയാണ് അതെന്നുള്ളത് അതിൻ്റെ ഡെറിവേഷൻ ഫോർമുലയൊക്കെ വെച്ച് നമുക്ക് പറയണമെങ്കിൽ പവർ ലോസ് എന്താണെന്ന് നമ്മൾ അറിയണം. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 4, പവർ ലോസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.